AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേർന്നത്. സ്റ്റെഫിൻ, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് വഴിവെച്ചു എന്ന കാര്യത്തിൽ CPM-ൽ ഇപ്പോൾ ആർക്കും ഒരു സംശയവുമില്ലാത്തൊരു സമയമാണല്ലോ. തോൽവിക്ക് ശേഷം രണ്ട് കനത്ത ആഘാതം, കനത്ത തോൽവിക്ക് ശേഷം, രണ്ടല്ല മൂന്നെന്ന് കൂടി പറയാൻ കഴിയുമായിരിക്കും ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി എടുത്താൽ. CPM നേതൃത്വം ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ഏറ്റുപിടിക്കുന്നില്ല. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകാനുള്ള സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ CPM നേതൃത്വം എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? രതീഷ്, ഏതായാലും PS പ്രശാന്തിന്റെ അറസ്റ്റ് പൂർണ്ണമായും CPM തള്ളുകയാണ്. ആ നിലപാട് തന്നെയാണ് മുതിർന്ന നേതാവായിട്ടുള്ള EP ജയരാജൻ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസവന്റെ വാക്കുകളിലും അത് തന്നെയാണുള്ളത്. ശബരിമല വിഷയത്തിൽ സൂക്ഷിച്ച് നീങ്ങിയില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഡാമേജ്, അതിനെക്കുറിച്ച് കൃത്യമായി CPM-ന് ബോധ്യമുണ്ട്. കാരണം പത്മകുമാറിന്റെ വിഷയം തന്നെ എടുത്താൽ പത്മകുമാർ അറസ്റ്റിലായപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടിയൊന്നും CPM കാര്യക്ഷമമായി എടുത്തില്ല. അത് പിന്നീട് പല പാർട്ടി കമ്മിറ്റികളിലും ചർച്ചയായി. ഒപ്പം തന്നെ ആ ഒരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ തോൽവിക്ക് ശേഷം CPM എത്തുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റിന്റെ സമയത്ത് ഈ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകില്ലായിരുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് തോൽവി ഇത്രയധികം വലിയ ആഘാതം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് CPM ഇപ്പോൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് PS പ്രശാന്തിന്റെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPM ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ, നാളെ നടക്കുന്ന യോഗത്തിൽ ഒരുപക്ഷെ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉയർന്നു വരാനും ചർച്ചയ്ക്ക് വരാനുമുള്ള സാധ്യതകളെല്ലാം തന്നെ ഉണ്ട്. ഒപ്പം തന്നെ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് ഏതായാലും ഇപ്പോൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും ഈ വിഷയത്തിൽ നീങ്ങാമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPM എടുത്തിരിക്കുന്ന ആ ഒരു നിലപാട്.